കർത്താവിൽ പ്രിയ പ്രേക്ഷകരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിദേശ് ടി വിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവകൃപകൾ കൊണ്ടും ദൈവിക ശക്തി കൊണ്ടും നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ദൈവം മാനിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകി. വീണ്ടും നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഉള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും അത് നോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്നലകളിൽ കർത്താവ് നടത്തി നമ്മളെ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുന്നത് പോലെ നമ്മളെ നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ചു. പ്രയോജനമില്ലെന്നും ഗുണമില്ലെന്നും നിന്നെ കൊള്ളില്ലെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ പലരും തിരസ്കരിച്ചു. എല്ലാ മേഖലകളും റിജക്റ്റ് ചെയ്തു, മാറ്റി നിർത്തി. അവിടെയൊന്നും കർത്താവ് നമ്മളെ മാറ്റി നിർത്തിയില്ല. കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചില്ല. അവിടെ എല്ലാം കർത്താവ് നമ്മളെ ചേർത്ത് വെച്ചു. എങ്ങനെ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോടണയ്ക്കുന്ന പോലെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നമ്മളെ എവിടെയെല്ലാം വെച്ച്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരത്ഭുതമല്ലേ? ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണല്ലേ? ഈ ആണ്ടിൻ്റെ ആരംഭം കണ്ട പലരും ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ചു. ചികിത്സ കിട്ടാതെ മരിച്ച ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഭാര്യയും ഭർത്താവും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് നെഞ്ചിന് വേദന വന്ന് ശ്വാസം മുട്ടി ഹോസ്പിറ്റൽ അധികൃതരെ വിളിച്ച്, നേഴ്സുമാരെയൊക്കെ വിളിച്ച് ആ സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അവസാനം അവരാരും ആ മനുഷ്യനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ CCTV ക്യാമറയിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ്. ലോകം അത് അതിൻ്റെ അന്ത്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും മനസ്സലിവില്ലാത്തവരും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വരും എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ മക്കളെ ദൈവം ഓരോ ദിവസവും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലും ആ വിശ്വസ്തതയും ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയും? ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതയാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാവും. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവിൽ ഞാൻ വചനധ്യാനം നടത്തുമ്പോൾ എൻ്റെ യേശു അപ്പ എനിക്ക് കൈമാറിയ ദൂത് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലോമോൻ്റെ ലേഖനം 11-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിനു വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനമാണ്. ഏതാണ്ട് ഒരധ്യായം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരധ്യായമാണ് ഈ പുസ്തകം. ഇതൊരു ലേഖനമാണ്. പൗലോസ്
തടവിലായിരിക്കുമ്പോൾ റോമിലെ തടവിൽ വെച്ച് ഫിലോമോന് എഴുതി അയച്ച ഒരു ലെറ്ററാണ് അല്ലെങ്കിൽ ലേഖനമാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് അവൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, മാനസാന്തരം ഉണ്ടായി എന്ന് ഒനോസിമോസിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ അവനെ മകനെ പോലെ സ്നേഹിക്കുന്നു എന്നും പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒനോസിമോസ് ഫിലോമോന്റെ വീട്ടിലെ ഒരു അടിമയായിരുന്നു. അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ചരിത്രം പറയുന്നത്, ഓടിപ്പോകുന്ന ഒരടിമ പിന്നെ യജമാന്റെ കയ്യിൽ കിട്ടിയാൽ അവനെ കൊല്ലാനോ ക്രൂരമായ കഠിനമായ ശിക്ഷ കൊടുക്കുവാനോ തടസ്സമില്ല. ഇവിടെ ഇവന് ഓടിപ്പോകുമ്പോൾ വെറുതെ ഓടിപ്പോയെന്ന് ചരിത്രം പറയുന്നില്ല. യജമാനന്റെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുവുമായിട്ടായിരിക്കാം അവൻ ഓടിപ്പോയത്. മോഷണം നടത്തിയായിരിക്കാം ഓടിപ്പോയത്. എനിവേ, പൗലോസിന്റെ കയ്യിൽ റോമിൽ വെച്ച്, റോം തടവറയിൽ വെച്ച് ഫിലോമോന്റെ ദാസനായിരിക്കുന്ന അടിമയായിരിക്കുന്ന ഒനോസിമോസിനെ ലഭിക്കുക. ഒനോസിമോസിനോട് യേശുവിനെ പറ്റി പറഞ്ഞു. യേശുവിനെ ഒനോസിമോസ് കൈക്കൊണ്ടു. അടിമയായ ഒനോസിമോസ് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ തൻ്റെ പഴയകാല ജീവിതങ്ങളെല്ലാം താൻ മാറ്റിവെച്ച് തികഞ്ഞ ഒരു ദൈവ പൈതലായി ഒനോസിമോസ് മാറുന്നു. ഒനോസിമോസിന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച തെറ്റുകളെക്കുറിച്ച് അനുതപിക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്തത് പൗലോസ് വ്യക്തമാക്കി ഇത് ജെന്യൂനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ സ്നേഹിതനായിരിക്കുന്ന ഫിലോമോനോട് പറയുകയാണ്, നീ എന്നെ ഉൾക്കൊണ്ടതുപോലെ കൈക്കൊണ്ടതുപോലെ നീ ഇവനെയും കൈക്കൊള്ളണം. എന്തെങ്കിലും നഷ്ടപരിഹാരം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് ചെയ്തു തരും. അതുകൊണ്ട് നിന്റെ സഹോദരനെ പോലെ എന്നെ എങ്ങനെ ഫിലോമോനെ കൈക്കൊള്ളുന്നു, അതേപോലെ മകനെ ഫിലോമോനെ ഒനോസിമോസിനെയും നീ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് പൗലോസിനെ വാക്കുകൾ ഫിലോമോനൊരാശ്വാസമായിട്ടും നിയമപരമായി ശിക്ഷ കൊടുക്കേണ്ട കേസാണെങ്കിലും ഒരു സഹോദരനെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഒനോസിമോസിനെ ഫിലോമോന് പരിചയപ്പെടുത്തി തന്നെ തിരികെ ഫിലോമോന്റെ ഭവനത്തിലേക്ക് അയക്കുന്ന ഒരു ഭാഗമാണ് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ എഴുത്തിനകത്ത് കാണുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം നമ്മൾ ചിന്തിച്ചാൽ, ഒരിക്കൽ പ്രയോജനമില്ലാത്ത ദാസനായിരുന്നു. 10-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. എൻ്റെ മകനായ ഒനോസിമോസിന് വേണ്ടി, സുവിശേഷത്താൽ ജനിപ്പിച്ച എൻ്റെ മകൻ. നമ്മൾ ഒരാളെ പാപത്തിൽ നിന്നും ചെളിയിൽ നിന്നും കുഴിയിൽ നിന്നും എടുത്ത് ക്രിസ്തു എന്ന പാറയിൽ ഉറപ്പിക്കുന്നെങ്കിൽ അവനെ ക്രിസ്തുവിൽ ജനിപ്പിക്കുക. പിന്നെ അവന് അപ്പൻ്റെ സ്ഥാനമാണ് ആ വെളിച്ചം പകർന്നു കൊടുത്ത മനുഷ്യനുള്ള സ്ഥാനം. എന്നെ ഈ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കാണുമല്ലോ, നിങ്ങളെ സുവിശേഷത്തിലേക്ക് നയിച്ച, വിശ്വാസത്തിലേക്ക് നയിച്ച ഒരാൾ കാണുമല്ലോ. ആ വ്യക്തി നിങ്ങളുടെ ആത്മീയ പിതാവാണ്. അത് സ്ത്രീയാണെങ്കിൽ ഒരു ആത്മീയ മാതാവാണ്. അവര് ആ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവരെ മനസ്സാന്തരപ്പെടുത്തി, പാപമോചനങ്ങൾ വരുത്തി, സ്നാനപ്പെടുത്തി, അവരെ അഭിഷേകം പ്രാപിപ്പിച്ച്, അവരെ അപ്പോസ്തലിക കൂട്ടായ്മയോട് യോജിപ്പിച്ച് അപ്പം നുറുക്കലൊക്കെ കൊടുത്ത് അവിടം കൊണ്ട് അവരുടെ പരിപാടി കഴിയുന്നില്ല. ഒരു മകനെ പോലെ, ഒരു മകളെ പോലെ അവരെ വീണ്ടും കൊണ്ടു നടക്കണം. ആ ഉത്തരവാദിത്വമാണ് പൗലോസ് പറയുന്നത്. എൻ്റെ മകനായ ഒനോസിമോസിനു വേണ്ടി ഞാൻ ഇത് എഴുതുന്നു. ഫിസിക്കലി ഒരു മകൻ എന്ന സ്ഥാനത്തല്ല, ആത്മീയ നിലവാരത്തിൽ ഒരു സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എൻ്റെ മകൻ, ഞാൻ ക്രിസ്തുവിൽ ജനിപ്പിച്ച, യേശുവിൻ്റെ ആത്മാവ് ഉള്ളിലാക്കി ജനിപ്പിച്ച എൻ്റെ മകൻ. ജനനം എന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു.
പഴയത് കഴിഞ്ഞുപോയി, പുതിയ സൃഷ്ടിയാണ്, പുതിയതായി ജനിക്കുക. അതാണ് ആ ജനനത്തെക്കുറിച്ചും അപ്പൻ മകൻ എന്ന ബന്ധത്തെക്കുറിച്ചും പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഒനോസിമോസിന് വേണ്ടിയാ ഞാനിത് എഴുതുന്നത്. കാരണം ഒനോസിമോസ് നിന്നോട് തെറ്റ് ചെയ്തും നിന്നോട് അപരാധങ്ങൾ ചെയ്തുമാണ് ഓടിപ്പോയതെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ അവനെ ക്രിസ്തുവിൽ എന്ത് ചെയ്തു? ജനിപ്പിച്ചു. അവൻ ഇപ്പോൾ പഴയ ആളല്ല, അവൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ല, പകരം നിനക്ക് വേദനയും ഭാരവുമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രയോജനമില്ലാത്ത ഒരുത്തനായിരുന്നു നീ അവനെ അടിമയാക്കി വെച്ചിട്ട് നിനക്ക് അവനെ കൊണ്ടൊരു ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒനോസിമോസിനെ കുറിച്ച് എനിക്ക് നിന്നോട് പറയുന്നതിൽ, ഫിലോമോനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം അവൻ ഇപ്പോൾ നിനക്ക് മാത്രമല്ല എനിക്കും പ്രയോജനമുള്ളവൻ തന്നെ. കണ്ടോ? ഒരിക്കലും ആർക്കും പ്രയോജനമില്ലാതെ കിടന്ന ഒരു മനുഷ്യൻ, ഒരു ഗുണവുമില്ല, ഒരു മണവുമില്ല, അടിമയാണെന്ന് മാത്രം പേര്. പക്ഷെ യജമാനന് ഒരു ഉപകാരിയല്ലായിരുന്നു. പകരം അവൻ കുറച്ച് ദോഷങ്ങൾ വരുത്തി വെച്ചിട്ട് ഓടിപ്പോയവനും കൂടെയാണ്. എന്നാൽ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, പൗലോസ് അവനെ ക്രിസ്തുവിൽ ജനിപ്പിച്ചപ്പോൾ പഴയതെല്ലാം എന്ന് പറഞ്ഞാൽ പഴയ സ്വഭാവം, ഓടിപ്പോകുന്ന സ്വഭാവം, എടുക്കുന്ന സ്വഭാവം, ചീത്ത വിളിക്കുന്ന സ്വഭാവം, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, അടിയുണ്ടാക്കുന്ന സ്വഭാവം, ഇതെല്ലാം കളഞ്ഞിട്ട് പുതിയൊരു സൃഷ്ടിയായി പുതിയൊരു ജനനത്തിലേക്ക് ക്രിസ്തു നിമിത്തം പൗലോസ് പറയുകയാണ്, ഒനോസിമോസ് ആയതുകൊണ്ട് ഇപ്പോൾ പഴയ ആ മടിയും അലസതയൊന്നും ഇല്ല. എനിക്കിവിടെ റോമിൽ വെച്ച് ഭയങ്കര ഉത്സാഹിയായി എന്നോട് കൂടെ നിന്ന് എൻ്റെ ഒരു മകനെ പോലെ എന്നെ ടേക്ക് കെയർ ചെയ്യുവാൻ അവൻ റെഡിയായി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഫിലോമോനെ, ഇപ്പോൾ അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനായി മാറും. അതുകൊണ്ട് അവനെ നീ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് പൗലോസ് ഈ കത്ത് ഒനോസിമോസിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് വിടുകയാണ്. ഇവിടെ വേദപുസ്തകത്തിൽ കാണുന്നു, ഒരു കാലത്ത് നമ്മളെല്ലാം പ്രയോജനമില്ലാത്തവരായിരുന്നു. മനുഷ്യർക്ക് പ്രയോജനമില്ല, നാട്ടുകാർക്ക് പ്രയോജനമില്ല, ദൈവത്തിന് പ്രയോജനമില്ല, ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും പോലും നമ്മൾ ഒരു കാലത്ത് പ്രയോജനം ഇല്ലാത്തവർ ആയിരുന്നു. എന്നാൽ ആ പ്രയോജനമില്ലാത്ത അപ്രയോജനരായി കിടന്ന നമ്മെ പ്രയോജനമുള്ളവരാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ മനുഷ്യർ പ്രാഗിയിട്ടില്ലേ? ഉപേക്ഷിച്ചിട്ടില്ലേ? മാറ്റി നിർത്തിയില്ലേ? നിങ്ങളുടെ പേര് കേട്ടപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വെട്ടിയില്ലേ? കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ലേ? കഴിവില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? നിങ്ങളെ കൊണ്ടൊരു ഗുണമില്ല എന്ന് അവർ അവരുടെ മനസ്സിനകത്ത് എഴുതി. അങ്ങനെ എഴുതാൻ നിങ്ങൾ നിങ്ങളുടേതായ ആ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ സ്വഭാവവും എല്ലാം നിങ്ങൾ പ്രദർശിപ്പിച്ച് അങ്ങനെ. എന്നാൽ വേദപുസ്തകത്തിൽ പറയുകയാണ്, പ്രയോജനമില്ലാത്തവനെയാണ് ദൈവം പ്രയോജനമുള്ളവനാക്കി മാറ്റുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളത് ലജ്ജിപ്പിക്കുവാൻ നികൃഷ്ടവും കുലീനവുമായതിനെ തിരഞ്ഞെടുത്തു. നമ്മളെ നോക്കി കൊള്ളത്തില്ലെന്ന് പറയുന്നു, പ്രയോജനമില്ലെന്ന് പറയുന്നു, ഗുണമില്ലെന്ന് പറയുന്നു, അവരുടെ മുമ്പിൽ, തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, ഉപേക്ഷിച്ചവരുടെ മുമ്പിൽ മാനിച്ച് ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, 2026 നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, നിങ്ങളൊരു തലവേദനയാണ് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങളെ ആദരിച്ച് മാനിച്ച് ഉയർത്തി, നിങ്ങളെ കൂടാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്. നിങ്ങളെ ഒരു പാത്രമാക്കി എടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വെളുംപ്രദേശത്ത് കിടന്ന പാത്രത്തെ കഴുകി, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആചാരപ്രകാരം കാല് കഴുകാൻ വേണ്ടി മാത്രം വെളിയിൽ കിടന്ന പാത്രം, ആ പാത്രത്തെ കഴുകി അതിൻ്റെ ക്ലാവ് കളഞ്ഞ്, അതിൻ്റെ കരി കളഞ്ഞ്, അതിൻ്റെ മണ്ണ് കളഞ്ഞ്, അതിൻ്റെ പറ്റിയിരുന്ന ആ അഴുക്കുകളെല്ലാം ചുരണ്ടിക്കളഞ്ഞ് അതിനെ നന്നായി കഴുകി, ആ കഴുകിയ പാത്രത്തിനകത്ത് വെള്ളം നിറച്ച്
അത് കോരിയെടുത്തപ്പോൾ വീഞ്ഞാക്കി മാറ്റി, പാത്രത്തിൻ്റെ ഗുണം മാറ്റി, പാത്രത്തിൻ്റെ ക്വാളിറ്റി മാറ്റി, പാത്രത്തെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ മാന്യമാക്കി നിർത്തിയൊരു കഥ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ടല്ലോ. അനേക പാത്രങ്ങൾ കലവറയ്ക്കകത്ത് മിനുസമുള്ളതും വെട്ടിത്തിളങ്ങുന്നതും തൊട്ടാൽ നല്ല മണിമണി സൗണ്ട് കേൾക്കുന്നതുമായ പാത്രങ്ങൾ കലവറയ്ക്കകത്തിരിക്കുമ്പോൾ ഒന്നാമത്തെ പന്തി കഴിഞ്ഞപ്പോൾ ആ കലവറയിലെ പാത്രങ്ങൾ മുഴുവനും കാലിയായപ്പോൾ ആ പാത്രങ്ങൾ നിമിത്തം ആ വീട്ടുകാർ തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവോട് പറയുകയാണ്, വീഞ്ഞ് തീർന്നുപോയി, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ രാജ്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ആ കലവറയ്ക്കകത്തിരുന്ന മാന്യന്മാരുടെ മുമ്പിൽ തിളങ്ങി നിന്ന പാത്രത്തെ എടുത്തു പുറത്തു കൊണ്ടുവന്ന് അമ്മ വെള്ളം നിറച്ചു എന്നല്ല, അതവിടെ ഇരിക്കുമ്പോൾ പാത്രം ശൂന്യമാണെങ്കിലും തലയെടുപ്പോടുകൂടെ 10 പേരുടെ മുമ്പിൽ കുറ്റമൊന്നും കുറവൊന്നും പറയാനില്ലാതെ പാത്രം ശൂന്യമാണെങ്കിലും കലവറയ്ക്കകത്ത് അതിൻ്റെതായ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആരും മൈൻഡ് ചെയ്യാത്ത, കാലെടുത്ത് വെക്കുന്ന, അതേ കയറി ഇരിക്കുന്ന, മണ്ണടിച്ച് കിടക്കുന്ന, കരി പിടിച്ച് കിടക്കുന്ന, ചെളി പിടിച്ച് കിടക്കുന്ന ഒരു പാത്രത്തെ കഴുകാൻ യേശു കർത്താവ് പറഞ്ഞപ്പോൾ അത് കഴുകേണ്ട നിലയിൽ ആ പാത്രത്തെ കഴുകി അതിനകത്ത് നിറയ്ക്കാൻ യേശു പറഞ്ഞപ്പോൾ അതിനകത്ത് വക്കോളം കോരുവാഴികൾ വെള്ളം നിറച്ച് ആ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കോരിക്കൊണ്ടുപോയ വെള്ളം മുഴുവനും വീഞ്ഞായി, ശ്രേഷ്ഠകരമായ വീഞ്ഞായി തീരാൻ വെളുംപ്രദേശത്തിൽ പുറംപറമ്പിൽ കിടന്ന പാത്രത്തെ അകത്ത് മാന്യന്മാരുടെ മേശയിൽ അത് തൃപ്തികരമാക്കിയെങ്കിൽ, അത്ഭുതമാക്കിയെങ്കിൽ, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയാം, നീ മറ്റാർക്കും, മനുഷ്യർക്കോ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒരു പ്രയോജനമില്ലാതെ ഒഴിഞ്ഞ പാത്രമായി എവിടെയെങ്കിലും കരി പിടിച്ച്, മണ്ണ് പിടിച്ച്, ചെളി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് രാവിലെയെങ്കിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടും മാറ്റി നിർത്തിയും അവഗണിക്കപ്പെട്ടും നിങ്ങളൊരു നോക്കുകാഴ്ചയായി, കൂത്തുകാഴ്ചയായി, പരിഹാസ വിഷയമായി കിടക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ചാൽ പഴയത് കഴിഞ്ഞു പോകും പ്രിയരെ, പുതിയതായി തീരും പ്രിയരെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നെങ്കിൽ നിങ്ങളെ പുതുതാക്കി നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച് നിങ്ങളെ പ്രയോജനമുള്ള പാത്രമാക്കി, പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി, പ്രയോജനമുള്ള ഒരു പത്രമാക്കി, പ്രയോജനമുള്ള ഒരു ഉപകരണമാക്കി ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കും എന്ന് ഞാൻ ഇന്ന് രാവിലെ വലിയൊരു പ്രവചനം നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ദൂത് പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആദരിക്കപ്പെടും, നിന്റെ ഭർത്താവ് ആദരിക്കപ്പെടും, നിന്റെ ഭാര്യ മാനിക്കപ്പെടും, നിന്റെ വീട്, നീ പാർക്കുന്ന ദേശത്ത് ഇന്ന് പുറംപറമ്പിൽ കിടക്കുന്ന പാത്രം പോലെ, അല്ലെങ്കിൽ തള്ളപ്പെട്ട ആ ഒരു പ്രയോജനമില്ലാത്ത ഒനോസിമോസിനെ പോലെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം ഇന്ന് പകൽ. എന്നാൽ നിന്നെ ഉപയോഗിക്കുവാൻ പൗലോസിനും ഫിലോമോനും പ്രയോജനമുള്ള ദാസനാക്കി ക്രിസ്തു തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവം അവനെ ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെയും ഉപയോഗിക്കുവാൻ, നിങ്ങളെയും ശക്തീകരിക്കുവാൻ, ശക്തിപ്പെടുത്താൻ എൻ്റെ കർത്താവിന് കഴിയും എന്ന ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ ഒരു 4 കൂട്ടം വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കണേ. ആ വാക്യം ഇങ്ങനെയാ. 1 2 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പൊ നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ സ്ഥിതി മാറണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആകണം. എഫേസ്യ ലേഖനം 22-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് നീ മാനപാത്രമായി, ഹീനപാത്രം എന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങളെ ഉപയോഗമുള്ളൊരു മാനപാത്രമാക്കണമെങ്കിൽ പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കണം. പഴയ സ്വഭാവങ്ങൾ, പഴയ ആ പ്രവൃത്തികൾ നിങ്ങൾ ഉപേക്ഷിക്കണം. എഫേസ്യ ലേഖനം 4:22 മുതൽ 24 വരെ വായിക്കുക. അടുത്തത് കാണുന്നു റോമാലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിലാണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കണം. കഠിന ഹൃദയം മാറി മാംസമായ ഹൃദയം കൊണ്ടുവരണം. മനസ്സ് പുതുക്കി നിങ്ങൾ പുതുമ പ്രാപിക്കണം, നിങ്ങൾ പുതുക്കം പ്രാപിക്കണം.
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു, ജഡത്തിന്റെ സ്വഭാവങ്ങൾ. ആ ജഡത്തിന്റെ സ്വഭാവങ്ങൾ വിട്ടുകളഞ്ഞിട്ട് 23-ാമത്തെ വാക്യത്തിലെ ആത്മാവിന്റെ സ്വഭാവം നിങ്ങൾ പ്രാപിക്കണം. ഇങ്ങനെ നിങ്ങൾ ആത്മാവിന്റെ സ്വഭാവം പ്രാപിക്കുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു, പുതിയ മനുഷ്യനാകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അനേകരുടെ മുമ്പിൽ നിങ്ങൾ ആദരിക്കപ്പെടുകയും നിങ്ങൾ മാനിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ പുതിയൊരു മനുഷ്യനായി പുതിയൊരു രൂപാന്തരം പ്രാപിച്ച് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ പ്രയോജനമുള്ള ജീവിതം നയിക്കുവാനായിട്ടിടയാകും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-27 വാക്യങ്ങൾ ഞാൻ വായിച്ചു തരാം. നിങ്ങൾ പുതിയ മനുഷ്യനായി തീർന്നാൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പിന്നെയുള്ള കാര്യങ്ങൾ? ഏതാണ്ട് 6 വിധത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ അനുഗ്രഹം, നിങ്ങൾ പുതിയൊരു ഹൃദയം പ്രാപിക്കും. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് പുതിയൊരു ആത്മാവിനെ യഹോവ നിങ്ങളുടെ ഉള്ളിലാക്കി തരും. മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം തരും. നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ, പ്രമാണങ്ങളിൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? നടത്തും. അഞ്ചാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ അവകാശം ആക്കും. ആറാമത് വായിക്കുന്നു, നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതികൾ ദൈവം മാറ്റട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ ദൈവം മാറ്റട്ടെ. ഈ അനുഗ്രഹം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പുതിയ മനുഷ്യനാകുക. നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ഉപേക്ഷിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊരു പുതിയ മനുഷ്യനാകണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള, മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും പള്ളിക്കും പ്രയോജനമുള്ള ഒരു വ്യക്തിയായി ജീവിക്കണമെന്ന്? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒനോസിമോസിനെ പ്രയോജനമുള്ളവനാക്കി മാറ്റിയതുപോലെ, വെളും പ്രദേശത്ത് കിടന്ന കൽപാത്രങ്ങളെ പ്രയോജനമുള്ള പാത്രമാക്കിയതുപോലെ നിങ്ങളെയും പ്രയോജനമുള്ള തലത്തിലേക്ക് സ്വർഗം കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതനായി സ്തോത്രം. ഇന്ന് രാവിലെ വചനത്തിന്റെ മുമ്പിൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വളരെ ശാന്തവുമായി വ്യക്തമായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൈവിക ദൂത് ഞാൻ കൈമാറി. കർത്താവെ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കർത്താവെ, ഒനോസിമോസിനെ ദൈവം ആദരിച്ചതുപോലെ, വെളും പ്രദേശത്ത് കിടന്ന പാത്രത്തെ കഴുകി വിശുദ്ധീകരിച്ച് വെള്ളം നിറച്ച് വീഞ്ഞാക്കി ആ പാത്രത്തെ ഉപയോഗിച്ചതുപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഇവരെ കർത്താവ് ഉപയോഗിക്കണേ. ഇവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണേ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ. ഇവരുടെ ജീവിതത്തിൽ വലിയ നന്മകളും കൃപകളും പകർന്ന് ഇവരെവിടൊക്കെ തിരസ്കരിക്കപ്പെട്ടോ, ഒറ്റപ്പെട്ടോ, അവഗണിക്കപ്പെട്ടോ അവിടെയെല്ലാം ഈ മക്കൾ അനുഗ്രഹമായി മാറട്ടെ. കർത്താവേ, ദൈവരെ മാനിക്കണേ. അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ. യേശുവിൻ്റെ രക്തത്തിൽ കഴുകണേ, ശുദ്ധീകരിക്കണമേ. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു അപ്പായുടെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, നിങ്ങളെ അവഗണിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് കൽപാത്രങ്ങളിൽ ദൈവം വെള്ളം നിറച്ച് വീഞ്ഞുണ്ടാക്കി പാത്രത്തെ ആദരിച്ചതുപോലെ ഒനോസിമോസിനെ തിരികെ ഫിലോമോന്റെ വീട്ടിലേക്ക് അയച്ച് ഇരട്ടി മാനത്തിന് യോഗ്യനാക്കിയതുപോലെ നിങ്ങളെയും ഇരട്ടി അനുഗ്രഹിക്കാൻ ഈ വർഷം ദൈവം റെഡിയാണ്. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ദൂത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ വാക്യങ്ങൾ എടുത്ത് വായിക്കണം, നിങ്ങൾ പഠിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായിട്ട് നമുക്ക് കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.